ഇന്റർനാഷണൽ ഇന്റർവെൻഷൻ ഉണ്ടാവണം. അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്യും, അമേരിക്ക എന്ത് ചെയ്യും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് ആണെങ്കിൽ അത്രയും പ്രഡിക്റ്റബിൾ കൂടിയല്ല. നേരത്തെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഒരു ജോ ബൈഡനെ പോലത്തെ ഒരു വീക്ക് പ്രസിഡന്റ് ഉണ്ട് അമേരിക്കയിൽ. അത് കഴിഞ്ഞ് ട്രംപിനെ പോലത്തെ സ്ട്രോങ് പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധങ്ങളും ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സ്വിച്ച് പോലെ നിൽക്കുന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം വീണ്ടും ഇസ്രായേൽ ഇറാനിലേക്ക്, നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇസ്രായേൽ ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയാണ്, ഡെമോക്രാറ്റിക് എലക്ട് ആയിട്ടുള്ള കൺട്രിയാണ്. അത് ഇത്രയും നാളതിൻ്റെ പ്രോക്സീസ് ആയിരുന്നു. ഹമാസ് ആയാലും ഹെസ്ബുൾ ആയാലും അല്ലെങ്കിൽ ഹൗത്തി റിബൽസ് ആയാലും ഇറാൻ്റെ പ്രോക്സീസ് ആയിരുന്നു ഇസ്രായേലുമായിട്ട് നേരത്തെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 1970 ഈജിപ്ത് വാറിന്ന് പിന്നാക്കം പോയതിന് ശേഷം ഇസ്രായേലിനൊരു ഫുൾ ഫ്ലഡ്ജ്ഡ് ഒരു വാറിലേക്ക് പോയിട്ടില്ല. അതുവരെ ഈ ഹമാസ് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ വേണമെങ്കിൽ ഒരു ടെറർ ഓർഗനൈസേഷൻ വിശേഷിപ്പിക്കാം. അതുപോലെ ഹെസ്ബുള്ള, അത് ഹൗത്തി, ഇവരുമായിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ ഫൈറ്റ് മുഴുവൻ. ഇപ്പം ഒരു സ്ട്രൈറ്റ് ഒരു ഫൈറ്റാണ്. ഇറാനാണെങ്കിൽ ഇറാൻ്റെ എന്താ പറയുക, ന്യൂക്ലിയർ ഇതിന് പുറമെ അതിൻ്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പുതിയ, കാസിം ബാസിർ എന്ന് പറഞ്ഞിട്ടൊരു ബാലിസ്റ്റിക് മിസൈൽ. അത് 1200 കിലോമീറ്റർ പോലും അവരെ അടിക്കാനുള്ള പ്രഹരണ ശേഷിയുള്ള ഒരു മിസൈലാണ്. അങ്ങനത്തെ ഒരു മിസൈൽ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അമേരിക്കക്കും ഇസ്രായേലിനും ഒക്കെ അത് സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലൊരു ഇറാൻ്റെ ന്യൂക്ലിയർ ഇതിൽ നിന്ന് ഇറാൻ പൂർണ്ണമായിട്ടും ഒരു ന്യൂക്ലിയർ ആർസനൽ ഉണ്ടാക്കുന്നതിന് പിന്നോക്കം പോകാൻ വേണ്ടിയാണ് ഈ ഒരു അറ്റാക്ക് ഇപ്പം നടത്തിയിട്ടുള്ളത് ഇസ്രായേൽ. പിന്നെ ഞാൻ അവിടെ പോയ സമയത്ത് ഒക്ടോബർ 7, 2023 ഹമാസിൻ്റെ ആക്രമണത്തിന് ശേഷം ഉള്ള ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ എത്തിയത്. അവിടുത്തെ സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങുമ്പോഴും മിസൈലായിരുന്നു, തിരിച്ചു കയറുമ്പോൾ ഒക്കെ മിസൈലായിരുന്നു. അവിടെ ആ ജനത അതിന് പ്രിപ്പയർഡാണ്. എപ്പോഴും അവർക്ക് ഈ വാർഹെഡ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അവരെപ്പോഴും ബങ്കേഴ്സിലൊക്കെ താമസിക്കുകയും അല്ലെങ്കിൽ ബങ്കറിലേക്ക് മൂവ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നൊരു ജനതയാണ്. അപ്പം അവിടെ എത്തിയപ്പം ഞാനൊരു മൊസാദിൻ്റെ പഴയ മേജർ ജനറൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ റിട്ടയർഡ് മേജർ ജനറലാണ്. ലെബനോണായിരുന്നു അദ്ദേഹത്തിൻ്റെ കേന്ദ്രം. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ, പുള്ളിക്ക് ശരിക്കുള്ള പേര് യാർ റായിഡ് എന്നാണ്. ആ പേര് പോലും അദ്ദേഹത്തിന് മറന്നു പോയത്. അബൂ ദാവൂദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. റൈറ്റ് ഹാൻഡൊക്കെ ബുള്ളറ്റ് റിഡൻ ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വി ആർ ഡീപ്പ് ഇൻ ടു ഇറാൻ. എൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതാണ്, യു ക്യാൻ ടെൽ ദ വേൾഡ്, ഞങ്ങൾ ഇറാനിൻ്റെ അകത്തുണ്ട്, വളരെ ഡീപ്പായിട്ടുണ്ട്. അതിൻ്റെ ശേഷമായിരുന്നു ഹമാസിൻ്റെ അതല്ലെങ്കിൽ പലസ്തീൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇസ്മായിൽ ഹനിയ, ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ഫേസ് ആയിരുന്നു ഇസ്മായിൽ ഹനിയ ആയിരുന്നു അവരുടെ എല്ലാ സാധനം. ഇസ്മായിൽ ഹനിയനെ അസാസിനേറ്റ് ചെയ്തത് അവിടെ വെച്ചിട്ടായിരുന്നു, ഇറാനിൽ വെച്ചിട്ട്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഇസ്മായിൽ ഹനിയെ അസാസിനേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോഴും ആരും അക്നോളജ് ചെയ്യുന്നില്ലെങ്കിലും എങ്ങനെയാണ് ഇറാൻ്റെ അന്നത്തെ പ്രസിഡന്റ് റാസി മരിച്ചതെന്ന് പോലും വലിയ സംശയമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇസ്രായേലിന് ഇതിൻ്റെ ഹ്യൂമൻ ഇൻ്റലിജൻസ് വളരെ നന്നായിട്ട് ഇറാനിന് ഡീപ്പായിട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പം പശ്ചിമേഷ്യയിലൊരു യുദ്ധം ഇനിയും എങ്ങോട്ടേക്ക് പോകുന്നുള്ളത് വെസ്റ്റേൺ ഫോഴ്സസും അമേരിക്കൻ ഡിസിഷനും അതിൽ വലിയ ഒരു ഘടകമായിരിക്കും.